നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണക്കാരായ കുടുംബങ്ങളിൽ അവിടുത്തെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ അമ്മമാർ എപ്പോഴും ഒരു വിഷമം ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള വീടുകളാണെങ്കിൽ അവരുടെ ജീവിതം കൂടുതൽ ഒരു വിഷമ ഘട്ടത്തിലൂടെയാണ് സാധാരണ കാണാറുള്ളത്. കൂലിവേലയ്ക്ക് പണിയെടുക്കുന്നവരോ അല്ലെങ്കിൽ ഡെയിലി വേജസിനൊക്കെ പണിയെടുക്കുന്ന ആളുകളുടെ കുടുംബങ്ങളിൽ കാണുന്ന ഒരു പ്രവണതയാണ് മാനസികമായിട്ട് ഒരു ഉല്ലാസമില്ലാതെ വിഷമിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ ആണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള വീടാണെങ്കിൽ അത് അവരുടെ വിഷമം വർദ്ധിക്കുകയുള്ളൂ. കാരണം നമ്മുടെ ഒരു ആചാരമനുസരിച്ച് തങ്ങളുടെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടുന്നതിന് ഒരു ഭീമമായ തുക ആവശ്യമാണ്. അത് നമ്മുടെ ഒരു രീതിയാണ്, വർഷങ്ങളായിട്ട് ആചരിച്ചു വരുന്ന ഒരു സിസ്റ്റമാണ്. പെൺകുട്ടികളെ അവരുടെ കല്യാണം കഴിക്കുമ്പോൾ നല്ലൊരു തുക സ്ത്രീധനമായിട്ട് കൊടുക്കുക എന്നുള്ളത്, സ്വർണമായിട്ടും പണമായിട്ടും. ഒരു കാരണം കൊണ്ടാണ് പെൺകുട്ടികളുള്ള വീടുകളിലൊക്കെ അവരുടെ രക്ഷിതാക്കൾ വളരെ വിഷമിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത്. അതിനെ അങ്ങനെ കഴിയാത്ത പക്ഷം പെൺകുട്ടികൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനായിട്ട് ഒരു സ്ത്രീധനം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതം തന്നെ പാഴായി പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെ കല്യാണം കഴിക്കാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കുത്തുവാക്കുകളും പിന്നെ വിഷമിക്കുന്ന പല പരിഹാസങ്ങളും അവർ കേട്ട് ജീവിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സാഹചര്യം സാധാരണമായ കുടുംബങ്ങളിൽ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അങ്ങനെ നമ്മുടെ മുന്നിൽ പല വാതിലുകളും തുറന്നു കിടക്കുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തെ മറികടക്കാനായിട്ട്. പക്ഷേ അറിവില്ലായ്മ കൊണ്ട് അവർ അതിനെ അതിജീവിക്കാൻ പറ്റാതെ വിഷമിച്ചു ജീവിക്കുന്ന ഒരു ഘട്ടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഒരുപക്ഷെ മിക്കവർക്കും അറിയുന്നതായിരിക്കാം. ഞാൻ പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അത് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വകയായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് മറ്റൊന്നുമല്ല, സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി നിങ്ങൾ ചേരുകയാണെങ്കിൽ ഈ ഒരു വിഷമഘട്ടത്തെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഹരിക്കാനായിട്ട് കഴിയും. 250 രൂപ മുതൽ 1,50,000 രൂപ വരെയുള്ള തുകയ്ക്ക് നിങ്ങളിൽ ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. അതിന് 8.2% പലിശ കിട്ടും. ചേർന്ന് കഴിഞ്ഞാൽ 15 വർഷം തുടർച്ചയായിട്ട് ഇത് അടച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ 15 വർഷം അടച്ചു കഴിഞ്ഞ ശേഷം 21 വർഷം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പലിശയും മുതലും അടക്കം നല്ലൊരു തുക നമുക്ക് നമ്മുടെ കൈവശം വരികയും അങ്ങനെ അത് മേടിച്ചുകൊണ്ട് യാതൊരു ടെൻഷനുമില്ലാതെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മകളെ അവളെ ഇഷ്ടമുള്ള ആഗ്രഹത്തിനനുസരിച്ച് അവളെ വിവാഹം ചെയ്ത് അയക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. വീട്ടിലേക്കും സന്തോഷം ഉള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യും. അല്ലാത്ത പക്ഷം നിങ്ങൾ എവിടുന്നേലും കടം മേടിച്ച് അല്ലെങ്കിൽ ലോണെടുത്ത് വീടിൻ്റെ ആധാരമൊക്കെ വെച്ച് പണയപ്പെടുത്തി കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് കല്യാണം കഴിഞ്ഞു എന്നുള്ള സമാധാനം ഉണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ വരുന്ന ഈ ലോണിൻ്റെ തിരിച്ചടവും മറ്റും കാര്യങ്ങൾ
ആലോചിച്ചുകൊണ്ട് വിഷമിച്ചു ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എത്രയോ ഭേദമാണെന്നറിയുക ഈ പദ്ധതി. അതിൻ്റെ ഞങ്ങൾ അടച്ച പൈസ തിരിച്ചു മേടിച്ചുകൊണ്ട് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാനുള്ള ഒരവസരം നമുക്ക് കൈവരും. ഇത് ചേരുന്നതിന് വേണ്ടി കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, ഒരു ഫോട്ടോ, പിന്നെ മാതാപിതാക്കളുടെ ആധാർ കാർഡും അല്ലെങ്കിൽ പാൻ കാർഡ് എന്തെങ്കിലും തെളിവായിട്ട് നിങ്ങൾ പോസ്റ്റ് ഓഫീസിലോ ബാങ്കുകളെ സമീപിക്കുകയാണെങ്കിൽ ഈ പദ്ധതിയിൽ ചേരാം. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഇത് ചേരാൻ കഴിയുള്ളൂ. ഒരു കുടുംബത്തിൽ നിന്ന് 2 പേർക്ക് 2 പെൺകുട്ടികൾക്കാണ് ഇതിൽ ചേരാൻ യോഗ്യത ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ വരുമ്പോൾ ലോൺ എടുക്കുന്നതിന് പകരം സുഖകരമായി നമ്മൾ അധ്വാനിച്ച പൈസ കൊണ്ട് തന്നെ നമ്മളെ കാര്യം നടത്താനായിട്ട് കഴിയും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു വർഷം 20,000 രൂപയാണ് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കാലാവധി കഴിഞ്ഞതിന് ശേഷം 21 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നത് 9 ലക്ഷത്തിൽ പരം രൂപ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഒരു വർഷം 20,000 രൂപ നിങ്ങൾ അടയ്ക്കണമെങ്കിൽ ഒരു മാസം ഏകദേശം 1,650 രൂപ നിങ്ങൾ ഏതെങ്കിലും ഒരു സേവിങ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചുകൊണ്ട് ആ ഒരു വർഷം കഴിയുമ്പോൾ അത് 20,000 രൂപയാകുകയും ആ തുക നിങ്ങളുടെ സുകന്യ സമൃദ്ധി യോജനയിലേക്ക് മാറ്റിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുക. അങ്ങനെ സാധാരണക്കാരായ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ പുരോഗതിക്ക് വേണ്ടിയാണ് പറയുന്നത്. അറിവില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കി വെക്കുക. യാതൊരു വിഷമത്തോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ നല്ല രീതിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.